നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കാരണവന്മാരായ നേതാക്കന്മാരെ, പറയാനല്ല പ്രവർത്തിക്കാനാണ് ബാക്കിയുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. മനോഹരമായ ഷാഫിയുടെ പാട്ടുകൾ കേൾക്കാൻ, നമ്മൾ ആസ്വദിക്കുന്ന മലയാളത്തിലെ അനുഗ്രഹീതനായ കലാകാരൻ്റെ പാട്ടുകൾ കേൾക്കാൻ, ഒപ്പം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഷാഫിയുടെ പാട്ട് കേൾക്കാൻ, ഷാഫിയുടെയും കൂട്ടരുടെയും പാട്ട് കേൾക്കാൻ നിങ്ങൾ വന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും പറയില്ല. ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ വഴിയൊഴിയുന്നതാണ്. ഈ വേങ്ങരയിൽ മത്സരിക്കാൻ വേണ്ടി UDF എന്നെ ചുമതലപ്പെടുത്തുന്ന സമയത്ത് ഞാനിവിടെ വരുമ്പോ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരമുണ്ട്. ആ മത്സരത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും ചില ആളുകൾ കുടിയേറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അരിവാളും ചുറ്റികയും നക്ഷത്രവുമില്ലെന്ന് മാത്രമല്ല, CPM എന്ന പാർട്ടിയുടെ കൊടി പോലും ഈ നിയോജക മണ്ഡലത്തിൽ എവിടെയും കാണാനില്ല എന്നത് അരിവാളും ചുറ്റികയും നക്ഷത്രം മാത്രമല്ല, നിങ്ങളുടെ കൊടിയടയാളം വരെ പറിച്ചു കളയാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷമാണ് തുടങ്ങുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ മണ്ഡലത്തിൽ വരുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനത് ആവർത്തിച്ചതാണ്. ഈ മണ്ഡലം ഒരു ചെറിയ മണ്ഡലമാണ്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന മണ്ഡലമാണ്. ഒരർത്ഥത്തിൽ അതൊരു സത്യമാണ്. പക്ഷേ ഭൂവിസ്തൃതി അനുസരിച്ച് അത് സത്യമല്ല. നേരത്തെ വേങ്ങരക്കാർക്ക് വേങ്ങരയുടെ ഉൾഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കോട്ടക്കലിലൊക്കെ പോയി, മലപ്പുറത്ത് പോയി തിരിഞ്ഞു കറങ്ങി മറിഞ്ഞ് 10-20 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിടത്ത് വളരെ മനോഹരമായി കടലിന്റെ പുഴയിലൊക്കെ സുന്ദരമായ പാലങ്ങൾ ഉണ്ടാക്കി വേങ്ങരയെ ഒരു കോഴിമുട്ട പോലെ ചെറുതാക്കിയത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വളരെ നയപരമായ സമീപനങ്ങൾ കൊണ്ടും കൺസ്ട്രക്ഷൻ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേങ്ങരയുടെ പ്രത്യേകതയെ ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ 2 സന്തോഷം എനിക്കുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ നേർക്കുനേരെ വന്ന് മുട്ടുമെന്ന് വിചാരിച്ച, കഴിഞ്ഞ 10 വർഷക്കാലം എന്നെ നിരന്തരമായി പീഡിപ്പിച്ച മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും ചിഹ്നമുണ്ടാകും, കൊടിയുണ്ടാകും, പാർട്ടി ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതില്ലെന്ന് മാത്രമല്ല, മറ്റൊരു ഉപകാരം ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. എന്തെന്നാൽ, എന്നെ ഇരുട്ടിന്റെ മറവിൽ തെറിവിളിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ എന്നെ തേജോവധം ചെയ്യാൻ പേജായ പേജുകളും സ്റ്റേജായ സ്റ്റേജുകളും ഒക്കെ ഉപയോഗിക്കുന്ന SDPI-കാരനെ ഇരുട്ടിന്റെ മറവിൽ നിന്ന് നേരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാൻ കാണിച്ച സൗമനസ്യത്തിന് CPM-നോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് BJP-യുമായി ഒരു രാഷ്ട്രീയ മത്സരത്തിന് കാസർഗോഡ് പോകണമെന്നാണ്. എന്നാൽ അതിന് സമാനമാവിധം മറ്റൊരു വർഗീയ സംഘടനയോട് ഏറ്റുമുട്ടാൻ വേങ്ങരയിൽ കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാരിതാർത്ഥ്യമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് വേങ്ങര അങ്ങാടിയിൽ ഒരു കുറ്റിയടിച്ച് അവിടെ കെട്ടാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ഇത് വേങ്ങരയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ല, കേരളത്തിന്റെ മാത്രം തെരഞ്ഞെടുപ്പല്ല. സ്നേഹമുള്ളവരെ, മെയ് 4-ാം തീയതി നിങ്ങൾ TV-യുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു പക്ഷേ വേങ്ങര ജയിച്ചത് അറിയാനായിരിക്കാം. പക്ഷേ അന്ന് അമിത പ്രാധാന്യത്തോടെ ഇന്ത്യ ചർച്ച ചെയ്യുന്നത്
ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ എത്ര സ്റ്റേറ്റുകൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടി പിന്തുണ തന്നു എന്ന് അറിയാനായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ വേങ്ങരയ്ക്ക് വേണ്ടി, കേരളത്തിനു വേണ്ടി, ഈ ദുർഭരണം അവസാനിപ്പിക്കുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഫാഷിസത്തെ വേരോടെ പിഴുതടയാൻ ജനിച്ച ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധിക്ക് കൂടെ പിന്തുണ കൊടുക്കാനാണ് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന വോട്ടിന് ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളോട് പറയുന്നു. രണ്ടർത്ഥത്തിൽ നമ്മൾ പ്രയാസത്തിലാണ്. ഇതാ ഇന്ന് വേങ്ങര അങ്ങാടിയിൽ ഒരു ബോർഡുണ്ട്. വേങ്ങരയിലെ നയാര പെട്രോൾ പമ്പിൽ വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു നയാര പെട്രോൾ പമ്പിൽ. നാളെ അതെല്ലായിടത്തും ഉണ്ടാകും. മിനിഞ്ഞാന്നാണ് ഗ്യാസിന്റെ വില വർദ്ധിച്ചത്. ഇത്രമേൽ അഴിമതി നിറഞ്ഞ, ഇത്രമേൽ മനുഷ്യനെ പിടിഞ്ഞെടുക്കുന്ന, നിങ്ങൾ ഓർക്കണം, ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് $100 ഉള്ള സമയത്തുള്ള റേറ്റാണ്. 60ഉം 65ഉം റേറ്റ് ഉള്ളപ്പോഴും ഈ രാജ്യം കൂട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭീകരമായ അഴിമതി, അദാനിയെ മുന്നിൽ നിർത്തി നടത്തുന്ന അഴിമതി. നമുക്കറിയാം, ഇറാനിൽ നടന്ന യുദ്ധം എങ്ങനെയാണ് വേങ്ങര അങ്ങാടിയിൽ ബാധിക്കുന്നത്. ഇവിടെ ചിലർ വേങ്ങര അങ്ങാടിയിലെ തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇറാനിൽ ബോംബ് വീണപ്പോൾ വേങ്ങരയിൽ ഗ്യാസ് തീർന്നത്? രാഷ്ട്രീയം അറിയില്ലെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ലോകം ഇപ്പോൾ ഒരു രാജ്യവും സ്വതന്ത്രമായി നിൽക്കുന്നവരല്ല. എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ആ അർത്ഥത്തിലാണ് ഇറാനിലെ യുദ്ധം നമ്മളുടെ വേങ്ങരയെ ബാധിക്കുന്നത്. ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ, ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ധീരയായ ഭരണാധികാരി ഇന്ത്യക്കുണ്ടായിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നെഹ്റുവിയൻ ടച്ചുള്ള ഭരണാധികാരി ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ, നിക്സനോട് നിങ്ങളുടെ പണിയെടുത്തോ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഇന്ദിരയുടെ അനുയായി ഈ രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഇറാനിൽ ബോംബ് വീണുമ്പോ പശ്ചിമേഷ്യയിൽ ബോംബിടാൻ നിനക്കെന്ത് അധികാരമെന്ന് അമേരിക്കയോട് ചോദിക്കാൻ ഇന്ത്യക്കാകുമായിരുന്നു. ഇന്ത്യ ചോദിക്കുമായിരുന്നെങ്കിൽ അവിടെ ആ ബോംബ് വീടുമായിരുന്നില്ല. പക്ഷേ എപ്സ്റ്റനോട് സൗഹൃദം പുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്കുള്ളത് എന്നത് അപമാനകരമാണ്. അവരുടെ മുമ്പിൽ നിക്സൺ അല്ല ഉള്ളത് എന്നതും നമുക്കറിയാവുന്നതാണ്. കേന്ദ്രത്തിലെ അവസ്ഥ ആ അർത്ഥത്തിൽ തന്നെയാണ്. കേരളം, രണ്ടാമത്തെ ഘടകം കേരളമാണ്. 10 വർഷമായി സ്നേഹമുള്ളവരെ നമ്മൾ അനുഭവിക്കുകയാണ്. 10 വർഷക്കാലം. ഒരു കാര്യം ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, എല്ലാം കേന്ദ്രത്തിന്റെ കുഴപ്പമെന്നെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ സഖാവ് പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? എങ്കിൽ വേങ്ങര അങ്ങാടിയിൽ നിന്ന് അടിക്കുന്ന ഒരു ഡീസലിനേക്കാൾ എങ്ങനെയാണ് കർണാടകയിൽ 10 രൂപ കുറയുന്നത്? വേങ്ങരയിൽ നിന്ന് അടിക്കുന്ന പെട്രോളിനേക്കാൾ എങ്ങനെയാണ് നിലമ്പൂർ ചുരം കയറി തമിഴ്നാട്ടിലെത്തിയാൽ പെട്രോളിന്റെ വില കുറയുന്നത്? അവിടെ ഭരിക്കുന്നവർക്ക് അധിക ചാർജ് വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. അവരെന്താ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് കൂട്ടുന്ന അധിക വില കേരളത്തിനോ കർണാടകക്കോ തമിഴ്നാട്ടിലോ വേണ്ടെന്ന് പറയുന്നു. എന്നാൽ മോദി പിടിയുന്നതിനപ്പുറം ഈ 10 വർഷക്കാലമായി പിണറായി വിജയൻ പിടിയുകയാണ്. എന്റെ ചോദ്യം അതല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിഞ്ഞ് ടാക്സ് വാങ്ങിയിട്ട്, ഈ അങ്ങാടിയിലെ കടകളുടെ മുഴുവൻ ടാക്സും വർദ്ധിപ്പിച്ചിട്ട്, നമ്മൾ നിൽക്കുന്ന വീടിന്റെയും കുടിലിന്റെയും ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെയും റോഡിന്റെയും ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ട് സഖാവ് പിണറായി വിജയൻ എന്നിട്ടും കേരളത്തിന്റെ പൊതുകടം കുറയാത്തത് എന്ന് നിങ്ങളൊന്ന് പറയും. എന്തിനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? അതും കൂടെ പറയണമല്ലോ. വേങ്ങരയിൽ വന്നിട്ട് നിങ്ങൾ ചിലരെ മുൻനിർത്തിയിട്ട് കളിക്കുന്ന കളിയുണ്ടല്ലോ. മറുപടി പറയേണ്ടത് കേരളം ഭരിച്ച 10 കൊല്ലം ഭരിച്ചവരാണ്. എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കക്കാനാണോ? മക്കളും കുട്ടികളൊക്കെ കട്ട് കഴിഞ്ഞല്ലോ.
ഇനി മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഈ നാട് കാക്കാൻ വേണ്ടിയാണോ അടുത്ത 5 വർഷത്തെ മാൻഡേറ്റ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ കയ്യിലുള്ള പുതിയ പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ എന്താ പുതിയ പ്രോജക്റ്റ്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ സഹോദരന്മാരെ? ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നടക്കുന്നത് ആസാമിലാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരനായ ഫാഷിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് ആസാം ഭരിക്കുന്നത്, BJP-യുടെ. അയാളെ താഴെ ഇറക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ CPM-നോട് ചോദിക്കട്ടെ, ആസാമിലെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ? രണ്ടാമത്തെ പ്രധാനം കേരളമല്ല, രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിലാണ്. എന്റെ CPM-കാരാ, ആ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് BJP-യെ തോൽപ്പിക്കാനുള്ള ത്രാണിയുണ്ടോ? കോൺഗ്രസ് അവിടെ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BJP-യെ തോൽപ്പിക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കേരളത്തില് BJP തോൽപ്പിക്കാൻ തീരുമാനിച്ച ചിലരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ VD സതീശനാണ് BJP-യുടെ നമ്പർ 1 ടാർഗറ്റ്. K മുരളീധരനാണ് BJP-യുടെ നമ്പർ 2 ടാർഗറ്റ്. അവർ ബൽറാമിനെ തോൽപ്പിക്കണമെന്നുണ്ട്. അവർക്ക് തെരഞ്ഞെടുത്ത ഏകദേശം 6 പേരെ തോൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, BJP തോൽപ്പിക്കണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തേ ഒരൊറ്റ CPM-കാരൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് BJP ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ എന്തേ പിണറായി വിജയൻ ഇല്ലാത്തത്? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയണം. ആരെ മുന്നിൽ നിർത്തിയാലും CPM-കാരാ രാഷ്ട്രീയം പറയണം. വേങ്ങരയില് ഇവിടെ NRC-യുടെ വിഷയം വന്നപ്പോ, CAA-യുടെ വിഷയം വന്നപ്പോ അപ്പോഴൊക്കെ പറയേണ്ട രാഷ്ട്രീയമല്ലേ? ഞാൻ ചോദിക്കുന്നത്, വേങ്ങരയില് നിങ്ങൾ പറയാണ് വേങ്ങരക്കാരൻ മതി. എന്തൊരു അരാഷ്ട്രീയ വാദമാണ് എന്റെ ഇടതുപക്ഷക്കാരാ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് VS അച്യുതാനന്ദനെ അറിയുമോ? VS ആലപ്പുഴയിൽ നിന്ന് വന്ന് പാലക്കാട് മത്സരിച്ചിട്ടാണ് അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. നിങ്ങൾ രാഷ്ട്രീയം അറിയുമോ? സ്വരാജ് നിലമ്പൂർക്കാരനാണ്. നിലമ്പൂർക്കാർ സ്വരാജിനെ തോൽപ്പിച്ചു. പക്ഷേ എറണാകുളത്തുകാർ സ്വരാജിനെ ജയിപ്പിച്ചു. പറയുന്ന രാഷ്ട്രീയത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാദേശികവാദമാണ് രാഷ്ട്രീയമായി നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ, വേങ്ങരയിലെ ജനങ്ങളോട് ഞാൻ പറയട്ടെ, എത്രയോ ഉപഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കട്ടൗട്ടും ഫ്ലക്സും ഒക്കെ ഈ വേങ്ങരയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാരാണ് എന്ന് വേങ്ങരക്കാർ ചോദിച്ചോ? നമ്മുടെ കാർന്നോമാര് ചോദിച്ചോ? നമ്മുടെ കുട്ടികൾ ചോദിച്ചോ? ഒറ്റ കാര്യം, അയാൾ ഏത് ജാതി, ഏത് മതം, ഏത് രാഷ്ട്രീയം ഒന്നും വേങ്ങരക്ക് വിഷയമല്ല. അയാൾ അതിമനോഹരമായി കാൽപന്ത് കളിച്ച് ലോകത്തിന്റെ കപ്പ് വാങ്ങാൻ പോയ ഒരുത്തനാണ്. ആ മനുഷ്യനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച മനസ്സുള്ളവരാണ് ഈ മലപ്പുറത്തിന്റെ ഗ്രാമങ്ങൾ. എത്രയോ ഉപഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്ത്. CPM-കാരാ, നീ മലപ്പുറത്തുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തുർക്കിയിലെ ഖിലാഫത്ത് തീരുമ്പോ അന്ന് ഗൂഗിളില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒരു സൗകര്യവും ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. എന്നിട്ടും തുർക്കിയിലെ ഖിലാഫത്ത് നിന്നപ്പോ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഏറ്റെടുത്തത് ഈ മലപ്പുറം ജില്ലയാണ്. അത് സഖാവിന് അറിയുമോ? രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഈ മലപ്പുറം ജില്ലയാണ് അവർ അരാഷ്ട്രീയവാദികളാക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, മാത്രം പറഞ്ഞാൽ മതിയോ? വിലക്കയറ്റത്തെ കുറിച്ച് പറയണ്ടേ? NRC-യെ കുറിച്ച് പറയണ്ടേ? പൗരത്വത്തെ കുറിച്ച് പറയണ്ടേ? ഗ്യാസിന്റെ വില കയറിയാൽ പറയണ്ടേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളുടെ മൈലാഞ്ചി ചോട്ടിലെ അപ്പൻ ചുടൽ മാത്രമാണോ രാഷ്ട്രീയമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണോ രാഷ്ട്രീയം? എന്നാ കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നാട്ടില് നിങ്ങളൊക്കെ പറയുമ്പോ, രാഷ്ട്രീയം പറയുമ്പോ ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഘട്ടത്തിൽ. അറിയുമോ നിങ്ങൾ? ഇസ്രായേലിന്റെ നെതന്യാഹു എന്ന് പറയുന്ന തെമ്മാടി
ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ആ തെമ്മാടി ഫലസ്തീനിലെ മനുഷ്യരെ കൊല്ലുമ്പോ ഈ തെരുവുകളിൽ ഞാനുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. നിങ്ങൾ എവിടെയായിരുന്നു? വോട്ട് ചെയ്യാൻ നേരത്ത് വന്ന് വോട്ട് ചോദിക്കുന്നില്ലേ? എവിടെയായിരുന്നു നിങ്ങൾ? ഈ വേങ്ങരക്കാർക്ക് അറിയാലോ, ഞാൻ 24 മണിക്കൂറും വേങ്ങരയിലാണ്. എന്നെ വേങ്ങരയിലെ സ്റ്റാച്യു പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ വേങ്ങരക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ഫലസ്തീന്റെ മുകളിൽ അതിക്രമം നടത്തുമ്പോ വേങ്ങരയിലെ സകല മനുഷ്യരും തെരുവിലിറങ്ങിയപ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ പറയണം. വഖഫ് നിയമം കൊണ്ടുവന്ന് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ കേന്ദ്രവും കേരളവും തീരുമാനിച്ചപ്പോ ഞങ്ങൾ ഈ തെരുവിൽ ഉണ്ടായിരുന്നു. സഖാക്കളെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഏതു മൈലാഞ്ചി പരിപാടിയിലായിരുന്നത് എന്ന് നിങ്ങൾ പറയണം. രാജ്യത്തിൽ CAA കൊണ്ടുവന്നപ്പോ, NRC കൊണ്ടുവന്ന് പൗരത്വം നിഷേധിക്കാൻ ചിലർ ശ്രമിച്ചപ്പോ ഈ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ. കോവിഡിന്റെ മറവിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പണം അടിച്ചു മാറ്റാൻ നിങ്ങളുടെ സക്കാത്ത് എനിക്ക് തരൂ എന്ന് മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടപ്പോ തരില്ല, പോയി പണി നോക്ക് എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ സഖാവേ, നിന്റെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? വോട്ട് ചോരി കൊണ്ടുവന്ന് ഈ രാജ്യത്തിലെ മനുഷ്യരെ അപകടപ്പെടുത്താൻ, കള്ളവോട്ടുകൾ കൊണ്ട് രാജ്യം ഭരിക്കാൻ BJP ശ്രമിച്ചപ്പോ, അതിന്റെ പ്രതിരോധം തീർക്കാൻ രാഹുൽ ഗാന്ധി വന്നപ്പോ ആ രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വന്നപ്പോഴൊക്കെ ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി മലപ്പുറത്തിലെ കോൺട്രാക്ടർമാരുടെ വയറ്റത്തടിച്ച് സഖാവ് പിണറായി വിജയൻ സമ്പത്ത് വാരിക്കൂട്ടുമ്പോ അതിനെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഈ മലപ്പുറത്തിന്റെ തെരുവിലുണ്ടായിരുന്നു, കേരളത്തിന്റെ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കേരളയിൽ കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കാൻ സഖാവ് പിണറായി വിജയൻ പരിശ്രമിച്ചപ്പോ ആ പാവങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മധു എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യൻ വിശന്ന് പൊരിഞ്ഞ് ഒരു ഭക്ഷണം എടുത്തപ്പോ ആ പാവം മനുഷ്യനെ തച്ചുകൊല്ലാൻ ഈ രാജ്യത്തിലെ മാനുഷികതയില്ലാത്തവർ രംഗത്ത് വന്നപ്പോ മധുവിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തോട്, നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? 8 നക്സലേറ്റുകളെ, ചുവന്ന കൊടി പിടിച്ച കമ്മ്യൂണിസം പഠിച്ച 8 നക്സലേറ്റുകളെ നിങ്ങൾ വെടിവെച്ചു കൊന്നപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് ഉണ്ടായിരുന്നത്? TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോ, കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊന്നപ്പോ, ഷുഐബിനെയും ഷുക്കൂറിനെയും വെട്ടിക്കൊന്നപ്പോ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ജനാധിപത്യത്തിന്റെ പ്രതിരോധവുമായി ഞങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ മലപ്പുറം ജില്ലയെ വർഗീയ ഭീകരവാദികളാക്കാൻ ശ്രമം നടത്തി തന്റെ കയ്യിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പിണറായി വിജയൻ പരിശ്രമിക്കുമ്പോ, അതേറ്റുപിടിക്കാൻ സുബ്രഹ്മണ്യ സ്വാമി വരുമ്പോ, അതേറ്റുപിടിക്കാൻ അമിത്ഷാ വരുമ്പോ അവർക്ക് മുമ്പിൽ ആർത്തലച്ചു നിന്നത് ഞങ്ങളായിരുന്നു. ഞാൻ ഈ തെരുവിലുണ്ടായിരുന്നു മലപ്പുറത്തുകാർക്ക് വേണ്ടി സംസാരിക്കാൻ. വേങ്ങരക്കാരാ, നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോഴും ഈ അങ്ങാടിയിലെ സ്റ്റാച്യുവായി നിങ്ങൾ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ സമരത്തിന്റെ മാർഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്റെ വൃത്തികെട്ട നാവുകൊണ്ട് ഈ മനോഹരമായ സൗഹൃദത്തിന്റെ പൂങ്കാവനത്തെ, ഈ മലപ്പുറത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ വന്ന് സംസാരിച്ചപ്പോ, വെള്ളാപ്പള്ളിയുടെ നാവടക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചപ്പോ, അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ വിനീതൻ ഈ തെരുവിൽ വന്നപ്പോ, ഈ വേങ്ങരയുടെ സ്റ്റാച്യു എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾ പറയൂ. ശബരിമലയിൽ ഈ രാജ്യത്തിലെ 80% വരുന്ന ഹിന്ദു സഹോദരന്മാർ, അവരുടെ ശബരിമലയിലെ ആചാരമുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മറികടക്കാൻ മുസ്ലിങ്ങളെ പോലും ആ ജാഥയിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങൾ അപകടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ, ഈ രാജ്യത്തിലെ അയ്യപ്പ ഭക്തന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ വേങ്ങര അങ്ങാടിയിൽ ഉണ്ടായിരുന്നു, കേരളത്തിന്റെ തെരുവിലുണ്ടായിരുന്നു. വോട്ട് ചോദിക്കാൻ വരുന്ന സ്ഥാനാർത്ഥി
എവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസി എന്റെ മണ്ഡലത്തില്, ആ മനുഷ്യൻ അയാൾ കൊല്ലപ്പെട്ടപ്പോ കൊന്നതായിരുന്നു, കേവലം ഒരു ആത്മഹത്യയല്ല. ആ മനുഷ്യനെ അപകടപ്പെടുത്തി ജീവിക്കാനൊരു നിവൃത്തിയുമില്ലാതെ ആ മനുഷ്യനെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതാരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ശ്യാമള, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, തളിപ്പറമ്പിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അവരുടെ പേര് നിയമസഭയിൽ പറഞ്ഞ് പ്രസംഗിച്ചത് ഷാജിയായിരുന്നു. ഞാൻ അന്ന് സഭയിലുണ്ടായിരുന്നു, ഞാൻ ഈ തെരുവിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഏത് മൈലാഞ്ചി ചോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയൂ. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. CPM എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘമാണെന്ന് അന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നിയമസഭക്കകത്ത് വെച്ചാണ്. എന്നാൽ ഇന്നത് പറയുന്നത് കോൺഗ്രസ് അല്ല, ലീഗല്ല, CPM-കാരനായ കുഞ്ഞിക്കണ്ണനാണ്, ജി സുധാകരനാണ്. നിങ്ങൾ എവിടെയായിരുന്നു CPM-കാരാ എന്നൊന്ന് പറയൂ. നിയമസഭയുടെ അകത്ത് വെച്ച് അന്ന് ED വന്നില്ല, അന്ന് NIA വന്നില്ല, അന്ന് CBI വന്നില്ല. നിയമസഭയുടെ അകത്ത് അഴീക്കോട്ടുകാർ എനിക്ക് തന്ന പ്രിവിലേജ് വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചോണ്ടി അങ്ങയുടെ മകൾ കള്ളിയാണ്, അഴിമതിക്കാരിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് പീഡനങ്ങൾ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ പീഡനത്തിനേക്കാൾ വലുതൊന്നും ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ആ മകൾക്ക് പിന്നെ ED വന്നു, NIA വന്നു. അവരൊരു കള്ളിയാണെന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. സഖാക്കളെ, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുമ്പോ, രാഹുൽ ഗാന്ധി പൊറാട്ട തിന്നാൻ വന്നു എന്ന് സ്വരാജ് അപമാനിക്കുമ്പോ, ആ മനുഷ്യൻ നമ്മുടെ പ്രതീക്ഷയുടെ അവസാനത്തെ ബസ്സാണ്, ലാസ്റ്റ് ബസ്സാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതല്ലാത്തൊരു ബസ്സില്ല എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ തെരുവിലുണ്ടായിരുന്നു. എന്റെ ചോദ്യം ഇതാണ് വേങ്ങരക്കാരോട്: എവിടെയാണ് അനീതി നടക്കുമ്പോ, തെറ്റായ ഒരു കാര്യം വരുമ്പോ നിങ്ങൾ ഈ വേങ്ങരയിൽ നിന്ന് പല്ലിറുന്നതിന് മുമ്പ് ആർത്തലച്ചത് പറയാൻ ഈ ജനാധിപത്യത്തിന്റെ ഭൂമികയിൽ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വിശ്രമിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിയിട്ടില്ല. ധീരന്മാർ ഒരിക്കലേ മരിക്കൂ എന്നത് എന്റെ ബോധ്യമാണ്. വീരുക്കൾ മരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നത് എന്റെ ബോധ്യമാണ്. നിങ്ങൾ എത്ര ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അടങ്ങിയിട്ടില്ല. ഞാൻ സ്നേഹപൂർവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതർത്ഥത്തിലാണ് ഇവിടെ ഈ നാട്ടില്, ഒന്നുകൂടെ ഞാൻ എന്റെ സഹോദരനായ സ്ഥാനാർത്ഥിയോട് പറയട്ടെ, വികസനം വികസനം അതാണല്ലോ പറയണത്. CPM-ന്റെ കൂടെ ചേർന്ന് നിന്നാൽ വികസനം ഉണ്ടാക്കാം എന്ന് ഓർത്തോ. എല്ലാ വികസനവും എന്ന് പറഞ്ഞ് ഒരു അന്യായത്തെ ന്യായീകരിക്കാൻ ഞങ്ങൾ വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ വിധിയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറെ കൂടെ വേങ്ങരയിൽ വികസനം കൊണ്ടുവരാൻ BJP ആണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തോന്നിയാൽ അങ്ങോട്ട് പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ആരെങ്കിലും കൊണ്ടുവരുന്ന വികസനം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ മാത്രം മതേതര ബോധമില്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത, ഫാഷിസത്തെ തിരിച്ചറിയാത്ത ആളുകളല്ല ഞങ്ങൾ എന്നുകൂടെ ഞങ്ങൾ പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ചില കാര്യങ്ങളുണ്ട്. വേങ്ങരയുടെ ട്രാഫിക് ഞാൻ ഉറപ്പു തരുന്നു, ആ കാലയളവിൽ അത് പൂർണ്ണമായി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ എല്ലാ സെക്ടറുകളിൽ ആളുകളെയും കണ്ടു, എല്ലാവരെയും കണ്ടു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഈ വേങ്ങരയിൽ സെവൻസ് അല്ല 11s കളിക്കുന്ന ഒരു സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവന്നിരിക്കും. ശാസ്ത്രീയമായി കളികളെ സമീപിക്കണം. ഞാൻ കുട്ടികളോട് പറയുന്നു, ആ കളികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കേരളത്തിന്റെ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ലോകകപ്പിനെ കയ്യിലിട്ട മനവാടുന്നത്.
അവർക്ക് കളിയേ ഉള്ളൂ. നിരന്തരമായി കളിക്കണം, ശാസ്ത്രീയമായി കളിക്കണം, തുടർച്ചയായി മത്സരങ്ങൾ നടക്കണം, ക്ലബ്ബുകൾ തമ്മിൽ മത്സരം ഉണ്ടാകണം, നമ്മളുടെ കുട്ടികൾക്ക് വില പറയുന്ന ക്ലബ്ബുകൾ ഉണ്ടാക്കണം, കുട്ടികളെ വിലക്കെടുത്ത് ക്ലബ്ബുകൾ ഉണ്ടാക്കണം, ആ ക്ലബ്ബുകൾ തമ്മിൽ മത്സരം ഉണ്ടാവണം. പറ്റിയാൽ നമ്മളൊരു മലബാർ പ്രീമിയം ലീഗ് ആരംഭിക്കും ഈ വേങ്ങരയിൽ നിന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, വേങ്ങരയിൽ കൺസ്ട്രക്ഷൻ അല്ല വികസനം എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ അല്ല, എല്ലാ ദുർബല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന. നിങ്ങളിതാ ഇവിടെ ഷാഫിയുടെ ഗാനമേള കേൾക്കാൻ വന്നതല്ലേ? എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം. നമ്മുടെ വീടുകളിൽ അതിന് വരാൻ കഴിയാതെ കിടക്കുന്ന എത്ര പേരുണ്ട്? രോഗമായി കിടക്കുന്നവർ, നടക്കാൻ കഴിയാത്തവർ, അവർക്കും സന്തോഷം വേണം, അവർക്കും ആഹ്ലാദം വേണം. നമ്മൾ സാമൂഹ്യ സുരക്ഷയുണ്ടാക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷയുള്ള മണ്ഡലമായി വേങ്ങരയെ നമ്മൾ മാറ്റും. 5 വർഷം കൊണ്ട്. GDP എന്ന് പറയുന്നത് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ അടയാളം. ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. അത് നമുക്ക് മാത്രം പോരാ സ്നേഹമുള്ളവരെ. ഈ മണ്ഡലത്തിലെ അവസാനത്തെ കുഞ്ഞിനും ആഹ്ലാദം എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടാക്കും. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഗൈഡ് ലൈൻ ഉണ്ടാകും. മറ്റൊരു കാര്യം ഞാൻ പറയുന്നു, ഞാനിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഒക്കെ കണ്ടു, ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും. നമ്മുടെ നാട്ടിലെ ആദിവാസി കുടുംബങ്ങളുണ്ട്, കോളനികളുണ്ട്. ഈ സർക്കാർ പേരുമാറ്റി കളിക്കുകയാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വേങ്ങരയിലെ ആദിവാസി ദളിത് സമൂഹത്തെ കൊണ്ടുവരുന്നതിന്, SC/ST വിഭാഗത്തെ കൊണ്ടുവരുന്നതിന് വേങ്ങരയിൽ സമഗ്രമായ ഒരു പാക്കേജ് നമ്മൾ ആസൂത്രണം ചെയ്യുക തന്നെ ചെയ്യും. അവരെയും മനുഷ്യ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, നമുക്ക് ഇരിക്കാൻ, നമുക്ക് സ്വറ പറയാൻ, നല്ല സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ. ലിബറലിസത്തിന്റെ മറവിൽ നമ്മുടെ മക്കളെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുമോ? അതിന് ഓശാന പാടാൻ SFI പോലെ അപകടപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ നേതൃത്വം കൊടുക്കുമ്പോ അവരിലേക്ക് പതുക്കെയാണ് വരുന്നത്. എന്നോട് ദേഷ്യം എനിക്കറിയാം. എന്നെ അപകടപ്പെടുത്താൻ നിങ്ങൾ പല പ്രസംഗങ്ങളും വളച്ചൊടിക്കുന്നത് എനിക്കറിയാം. ഞാൻ SFI ആക്രമിച്ചതാണ്, മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ചതാണ്. ഇനിയും ഞാൻ പറയും, ഈ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ വന്നാൽ ക്യാമ്പസിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ആ കുട്ടികളോട് ലിബറലിസത്തിന്റെ മറവിൽ നിങ്ങൾ ആ കുട്ടികളെ മയക്കുമരുന്നിന് അടിമപ്പെടുത്താൻ SFI-ക്കാരാ നിന്റെ CPM-കാരനെ കൂട്ടിക്കൊണ്ടുവന്നാലും വേങ്ങരയിൽ SDPI-യുടെ മറവില് ഒരുത്തനെ കൊണ്ടുവന്ന് നിങ്ങൾ ശ്രമിച്ചാലും കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണം, ഒരു സംശയവും. ഞാൻ വേങ്ങരയില് വന്നത് മത്സരിക്കാൻ തന്നെയാണ്, എനിക്കൊരു സംശയവുമില്ല, മത്സരിക്കാൻ തന്നെയാണ്. മയക്കുമരുന്നുകൾക്കെതിരെ നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടമാണ് നിങ്ങളെ വിരളി പിടിപ്പിക്കുന്നത്. ലിബറലിസത്തിന്റെ പേരിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ് നിങ്ങളെ വിരളി പിടിപ്പിക്കുന്നത്. ഞാൻ SDPയെ എതിർത്തിട്ടുണ്ട്, ഞാൻ RSSനെ എതിർത്തിട്ടുണ്ട്. ഞാൻ അവസാനം വേങ്ങരക്കാരോട് പറയുന്ന വാക്കാണ്, ഞാൻ SDPയെ എതിർത്തിട്ടുണ്ട്, ഞാൻ RSSനെ എതിർത്തിട്ടുണ്ട്. എന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് CPM-കാരാ നിന്നോട് ഞാൻ പറയുന്നു. പിന്നെയല്ലേ വേങ്ങര അഴീക്കോട് പോയി 27,000 വോട്ടിന് ജയിച്ച പ്രകാശൻ മാഷോട് മത്സരിച്ച് നിയമസഭയിൽ കയറി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വേങ്ങരയിൽ നിന്ന് അതേ പിണറായി വിജയനെ വീണ്ടും കാണാൻ ഞാൻ നിയമസഭയിലേക്ക് പോകുന്നുണ്ട്. ആ സഭയിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ ഗൂഢാലോചന നടത്തിയവരാ നിങ്ങൾ. പക്ഷേ വേങ്ങരക്കാരെ, ആ സഭക്കകത്തേക്ക് പോകാൻ, അധാർമികതക്കത്ത് പൊരുതാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റൊന്നുകൂടെ, ഞാൻ 10 കൊല്ലം നിയമസഭയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സഭയിൽ ഹാജരായിരുന്നു, ഒരൊറ്റ ആബ്സെന്റ് ഇല്ല. 10 വർഷം 5 വർഷം എല്ലാ ദിവസവും ഹാജരായ MLA-മാർക്ക് സ്പീക്കർ
ഒരു സർട്ടിഫിക്കറ്റ് തരും. 2 തവണയും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അഹങ്കാരത്തിനല്ല. നിങ്ങൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറയാനാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നാൽ, നിങ്ങൾ മറ്റുള്ളവരോട് ഷാജിക്കൊരു വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് വാങ്ങി തന്നാൽ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ഞാൻ ഉണ്ടാക്കില്ല. എന്റെ സഹോദരന്മാർ, അവനത് കൊടുക്കണ്ടായിരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ തോന്നിപ്പിക്കില്ല. നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ ഈ വേങ്ങരയിൽ ഉണ്ടാവും. നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, കണ്ണും കാതും തുറന്നു വെച്ച്, ഹൃദയം തുറന്നു വെച്ച്, അധാർമികതക്കെതിരെ പൊരുതാൻ, അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വേങ്ങരക്കാരന്റെ നാവായി ഞാൻ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, കോണിയെ മറക്കരുതേ എന്ന് ഹൃദയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി.